ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കോൺഫിഡൻസ് ഇല്ലായ്മ ഒരുപാട് ആൾക്കാർ ഫേസ് ചെയ്യുന്ന ഒരു വലിയ പ്രശ്നമാണല്ലേ. നമ്മൾ കോൺഫിഡൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ റെഗുലറായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണെന്ത്, നമ്മുടെ അച്ചീവ്മെൻറ്റ്സ് ലിസ്റ്റ് ഔട്ട് ചെയ്യുക. നമുക്ക് ഫിയർ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഓരോന്നോരോന്നായിട്ട് ചെയ്ത് മുന്നോട്ട് പോവുക. അപ്പോൾ നമുക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടാവും. പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് നമ്മൾ ഉപയോഗിക്കുക. ഇതൊക്കെ ഡെഫിനറ്റ്ലി നമുക്ക് വളരെ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ആസ് എ മുസ്ലിമ നമ്മുടെ കോൺഫിഡൻസ് എപ്പോഴും എന്തിലായിരിക്കണം എന്നറിയോ? നമ്മുടെ റബ്ബിലായിരിക്കണം. ഓക്കെ, ഐ ആം ദ സെർവൻറ്റ് ഓഫ് മൈ അള്ളാഹ്, ദാറ്റ്സ് വാട്ട് മേക്സ് മീ കോൺഫിഡൻറ്റ് എന്നായിരിക്കണം എപ്പോഴും നമ്മുടെ മോട്ടോ. അതായത് ഞാൻ എൻ്റെ റബ്ബിൻ്റെ, കാരുണ്യവാനായ എല്ലാറ്റിനും കഴിവുള്ള റബ്ബിൻ്റെ അടിമയാണ്. അതാണ് എന്നെ എപ്പോഴും കോൺഫിഡൻ്റ് ആക്കി നിർത്തുന്നത് എന്ന് നമ്മളെപ്പോഴും ഉള്ളിൽ മന്ത്രിച്ചുകൊണ്ടേയിരിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആലൻ്റെ മുകളിൽ ഒരാൾ കംപ്ലീറ്റ് ആയിട്ട് റിലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്തുണ്ടാവും? എപ്പോഴും ലൈഫിനെ ഒരു ഹാപ്പി ആൻഡ് ഹോപ്പ്ഫുള്ളായിട്ട് ലീഡ് ചെയ്യാൻ വേണ്ടി പറ്റും. എന്തൊക്കെ ഡിസ്ട്രാക്ഷൻസ്, എന്തൊക്കെ ഒബ്സ്റ്റാക്കിൾസ് നമ്മുടെ ലൈഫിൻ്റെ മുന്നിൽ വന്നിട്ട് നിൽക്കുന്ന സമയത്തും നമുക്ക് ഇല്ല, അള്ളാഹ് എന്നെ സഹായിക്കും എന്നുള്ളൊരു ഹോപ്പ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ഈ ഹോപ്പ് വെറുതെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. നമ്മൾ അള്ളാഹ് പറയുന്നതൊന്നും അനുസരിക്കാതെ തോന്നിയ പോലെ ജീവിച്ച് അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്ത് ജീവിക്കുന്നതാണെങ്കിൽ നമ്മുടെ ഉള്ളം മൊത്തം എങ്ങനെയായിരിക്കും? കറുത്ത കുത്തും ഒക്കെ ആയിട്ടുണ്ടാകുന്ന നമ്മുടെ ഹൃദയത്തിൽ ഒരിക്കലും നമുക്ക് എന്താക്കാൻ പറ്റില്ല. ഫ്യൂച്ചറിനെ പറ്റിയിട്ട് ഈ ഒരു ഹോപ്പ് എടുക്കാനൊന്നും പറ്റില്ല. അള്ളാഹ് പറയുന്നതനുസരിച്ച്, അള്ളാഹു സുബ്ഹാനഹു വ തആലനെ ഭയപ്പെട്ട് അള്ളാഹ് പറയുന്നതനുസരിച്ച് ജീവിക്കുന്ന ആൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു പോംവഴി എന്തായാലും ഉണ്ടാക്കി തരുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പം നമ്മളെന്താക്കുക, നമ്മളുടെ ലൈഫ്, നമ്മുടെ റുട്ടീന് നമ്മൾ അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള പോലെ ഒന്ന് ഷെഡ്യൂൾ ചെയ്ത് വെക്കുക. അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യുള്ളൂ എന്നുള്ള ഒരു ഡിസിഷൻ എടുക്കുക. ഗ്രാജ്വലി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും, നമുക്ക് അള്ളാഹിൻ്റെ മുകളിൽ നന്നായിട്ട് തവക്കുൽ ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷെ ഒരിക്കലും നമ്മൾ തവക്കുൽ ചെയ്യുന്നത് നമ്മൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന അമലുകളുടെ മുകളിലായിരിക്കാൻ പാടില്ല. ഞാൻ ഇത്രയൊക്കെ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് എന്നെ റബ്ബ് സഹായിക്കും എന്നൊന്നും ആവരുത്. നമ്മൾ എന്ത് ചെയ്താലും അള്ളാഹ്ക്ക് നമ്മളോടുള്ള മേഴ്സി കൊണ്ട് മാത്രമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. നമ്മളെ അമലുകൾ അള്ളാഹ്ക്ക് ഒന്നും കൂട്ടാനും കുറക്കാനൊന്നും നിൽക്കുന്നില്ല. അതൊക്കെ ആരൊക്കെയാണ് ബെനിഫിറ്റ് ഉണ്ടാക്കുന്നത്? നമുക്ക് വേണ്ടി മാത്രമാണല്ലേ. അപ്പോൾ ഒരിക്കലും നമ്മുടെ അമലുകളുടെ മുകളിൽ നമ്മൾ തവക്കുൽ ചെയ്യാൻ പാടില്ല. നമ്മൾ എത്ര അമൽ ചെയ്യുന്ന ആളായാലും നമ്മൾ തവക്കുൽ ചെയ്യുന്നത് നമ്മുടെ റബ്ബിൻ്റെ സഹായത്തിൻ്റെ മുകളിലും അള്ളാഹ്ക്ക് നമ്മളോടുള്ള കാരുണ്യത്തിൻ്റെ മുകളിലും മാത്രമായിരിക്കണം. അല്ലെങ്കിൽ അതെന്താവും എന്നറിയോ? അഹങ്കാരമായിട്ട് മാറും അല്ലേ. അപ്പോൾ അത് നമ്മളെപ്പോഴും അതിൻ്റെ കാര്യത്തിൽ നമ്മൾ കെയർ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞത് ഇത്രയാണ്. നമ്മൾ നമ്മുടെ അള്ളാഹിൻ്റെ മുകളിൽ കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് നമ്മുടെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മുടെ ഫാമിലി ലൈഫ് എടുത്താൽ നമ്മളെ കുട്ടികൾ നമ്മൾ പറയുന്നതൊന്നും അനുസരിക്കുന്നില്ല എന്ന് വിചാരിക്കാം. അപ്പോൾ ഡെഫിനറ്റ്ലി ആസ് എ പാരൻറ്റ് നമുക്ക് എന്തുണ്ടാവും? ഭയങ്കര ടെൻഷനും ഫ്രസ്ട്രേഷനും ഫിയറും ആങ്സൈറ്റിയും ഒക്കെ ഉണ്ടാവും. എന്താണ് ഇവരുടെ ഫ്യൂച്ചർ ആവാൻ വേണ്ടി പോകുന്നത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്ക് നമ്മുടെ ഉള്ളിലുണ്ടാവും. ആ സമയത്ത് ഒരു വിശ്വാസിയായിട്ടുള്ള, ഒരു മുഅ്മിനായിട്ടുള്ള ഒരു ഉമ്മാക്ക് എന്താ ചെയ്യാൻ വേണ്ടി പറ്റുക? അള്ളാഹിനോട് ദുആ ചെയ്യുക. റബ്ബേ, എൻ്റെ കുഞ്ഞിനെ നീ ഏറ്റെടുക്കണേ, നീ ശരിയാക്കി തരണേ, നിൻ്റെ ഈ അടിമയെ നീ ശരിയാക്കി തരണേ എന്ന് ഒരു ഉമ്മ കുഞ്ഞിന് വേണ്ടിയിട്ട് ദുആ ചെയ്യുന്ന സമയത്ത് അള്ളാഹ് അത് സ്വീകരിക്കും അല്ലേ. അള്ളാഹ് സ്വീകരിക്കപ്പെടുന്ന ദുആൻ്റെ ഒരു ആളാണല്ലേ ഒരു ഉമ്മ. അപ്പോൾ നമ്മൾ എന്താക്കുക? അപ്പം നമുക്ക് ആ ഒരു വിശ്വാസത്തോടെ റബ്ബിനെ ഏൽപ്പിച്ചാൽ നമുക്ക് സമാധാനത്തോടെ നിൽക്കാൻ വേണ്ടി പറ്റും. നമ്മുടെ ഫ്യൂച്ചറിൻ്റെ കാര്യത്തിൽ നമുക്ക് വളരെ കോൺഫിഡൻ്റായിട്ട് നിൽക്കാൻ വേണ്ടി പറ്റും. ഇനി ഇതൊന്നുമല്ല, നമ്മുടെ സ്റ്റഡീസിൻ്റെ കാര്യത്തിൽ, നമ്മുടെ ജോബിൻ്റെ കാര്യത്തിലൊക്കെയും നമ്മൾ എന്തെങ്കിലും ഒരു ഓബ്സ്റ്റാക്കിൾ ഫേസ് ചെയ്യുന്ന സമയത്ത് ഇതൊക്കെയും ഹൈറിന് വേണ്ടിയിട്ടാണ് എന്നുള്ളൊരു കോൺഫിഡൻസ് നമ്മുടെ ഉള്ളിൽ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റണമെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ എന്താക്കണം? അള്ളാഹിനെ തവക്കുൽ ചെയ്തിട്ട് അള്ളാഹിൻ്റെ മുകളിൽ നമ്മുടെ കാര്യങ്ങളൊക്കെയും അള്ളാഹ്ക്ക് ഏൽപ്പിച്ചിട്ട് അങ്ങ് ഫ്രീ ആയിട്ട് നിൽക്കുന്ന ആളാണെങ്കിൽ മാത്രമേ ഈ ജോലി തന്ന ആൾക്ക്, ജോലി തന്ന എൻ്റെ റബ്ബിന്, എൻ്റെ അള്ളാഹ്ക്ക് എനിക്കിതിലും നല്ലത് തരാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ
ഇതിൽ എനിക്ക് മോശപ്പെട്ട എന്തോ ഒരു സംഭവം ഉള്ളതുകൊണ്ടാണ് റബ്ബ് അത് എൻ്റെ അടുത്ത് നിന്ന് റിമൂവ് ചെയ്തത് എന്നുള്ളൊരു പരിപൂർണമായിട്ടുള്ള വിശ്വാസം വെച്ച് പുലർത്താൻ പറ്റുന്ന ഒരാൾക്ക് ലൈഫിൽ എപ്പോഴും എന്താണ് പോസിറ്റിവിറ്റിയും ഹോപ്പും ഹാപ്പിനെസ്സും ഒക്കെയാണുള്ളത്. അപ്പോൾ നമ്മൾ എന്താക്കുക, നമ്മുടെ കോൺഫിഡൻസ് എപ്പോഴും റബ്ബിൻ്റെ അടിമയാണ് എന്നുള്ള ഒരു കാര്യത്തിൽ മാത്രം ഫിക്സ് ചെയ്യാൻ വേണ്ടി നോക്കുക. നമ്മുടെ ഫോക്കസ് പോയിൻ്റ് എന്ത് കാര്യത്തിലും എന്ത് സിറ്റുവേഷനിലും നമ്മുടെ റബ്ബിൻ്റെ മുകളിൽ മാത്രമായിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷനിൽ എത്തിപ്പെടാൻ വേണ്ടി പറ്റും. എന്താണ് നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ? നമ്മുടെ ജന്ന അല്ലേ. അപ്പം ജന്നയിലോട്ട് എത്തണമെങ്കിൽ നമ്മുടെ ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഇബാദത്താക്കി മാറ്റാൻ വേണ്ടി പറ്റണം. അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാൻ വേണ്ടി പറ്റണം. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും, എനിക്കും നിങ്ങൾക്കും അതിനുള്ള തൗഫീക്ക് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.